നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026-27 വർഷം ചില നക്ഷത്രക്കാരുടെ ഭാഗ്യോദയത്തിൻ്റെ വർഷമാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025-26 വർഷം മറ്റു ചില നക്ഷത്രക്കാരുടെ ഭാഗ്യോദയ വർഷമായിരുന്നു. അത് മാറി ഇനി മറ്റു ചില നക്ഷത്രക്കാർക്കാണ് സുവർണ കാലഘട്ടം വരാനിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ ചാരഫലത്തെക്കുറിച്ചാണ്. അതായത് ഗ്രഹങ്ങൾ ഇപ്പോൾ ഓരോരോ രാശികളിലും മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഈ പറയുന്ന ഫലങ്ങൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേപോലെ ബാധകം ആകണമെന്നില്ല. ചിലർ കമൻറ്റ് ബോക്സിൽ എഴുതാറുണ്ട്, ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച എനിക്ക് ഇതേവരെ കാര്യമായ നല്ല ഫലങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന്. അതിനുള്ള കാരണം ഈ പറയുന്ന ഗ്രഹചാര ഫലങ്ങളോടൊപ്പം തന്നെ ഓരോരുത്തർക്കും ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശയുടെയും അപഹാരങ്ങളുടെയും ജാതകത്തിലെ നല്ലതും മോശവുമായ യോഗങ്ങളുടെയും സ്വാധീനത്താലാണ്. നല്ല ഗ്രഹചാര ഫലങ്ങൾ അതേപോലെ അനുഭവത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര ഫലങ്ങൾ കൂടി നല്ലതായിരിക്കണം. അതുപോലെ തന്നെ ജാതകത്തിൽ കടുത്ത ദുര്യോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാനും പാടില്ല. ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഫലങ്ങളിൽ വ്യത്യാസം വരാം. ഉദാഹരണമായി, മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഒരു ജാതകൻ്റെ വ്യാഴം ചാരവശാൽ ഇപ്പോൾ ഇഷ്ടഭാവമായ 7-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാരഫലമനുസരിച്ച് ഈ ജാതകന് 7-ാം ഭാവത്തിലെ വ്യാഴത്തെ കൊണ്ട് ധനസമൃദ്ധിയും സ്ഥാനപ്രാപ്തിയും ഗൃഹസുഖവും കളത്ര പുത്രാദി സൗഖ്യവും ഏത് കാര്യത്തിലും വിജയസാധ്യതയും വിനോദസഞ്ചാരവും മറ്റ് പല പല ഗുണഫലങ്ങളും അനുഭവത്തിൽ വരേണ്ടതാണ്. ചില മൂലം നക്ഷത്രക്കാർക്ക് ഇതൊക്കെ ഇതുപോലെ തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും. കാരണം അവരുടെ ഈ സമയത്തെ ദശാപഹാര സമയം നല്ലതായിരിക്കും. മറ്റു ചില മൂലം നക്ഷത്രക്കാർക്ക് ദശാപഹാര സമയം നല്ലതല്ലെങ്കിൽ കാര്യമായ ഗുണഫലങ്ങൾ കിട്ടുകയുമില്ല. ഈ ഫലങ്ങൾ വയസ്സിനനുസരിച്ചും വ്യത്യാസപ്പെടാം. എങ്ങനെയെന്നാൽ മൂലം നക്ഷത്ര ജാതകർ ജനിക്കുന്നത് കേതുർ ദശയിലാണ്. ജന്മശിഷ്ടമുള്ള കൃത്യമായ കേതുർ ദശ ജനിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൃത്യമായി പറയുവാൻ പറ്റുകയുള്ളൂ. എങ്കിലും ഇവിടെ ഉദാഹരണത്തിനായി കേതുർ ദശയുടെ പകുതിയായ 3.5 വർഷം ജന്മശിഷ്ടദശയായ കേതുർ ദശയായി എടുത്താൽ അടുത്ത നക്ഷത്രദശയായ ശുക്രമഹാദശ 23.5 വയസ്സുവരെ ഉണ്ടായിരിക്കും. ശുക്രൻ ശുഭഗ്രഹമായതിനാൽ ജാതകത്തിൽ നല്ല ഭാവത്തിൽ ഇഷ്ടഭാവാധിപത്യത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ദശാസമയമായിരിക്കും ശുക്രദശ. അപ്പോൾ 3.5 വയസ്സിനും 23.5 വയസ്സിനും മധ്യേ പ്രായമുള്ള ഒരു മൂലം നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ദശാസമയവും ചാരവശാൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നല്ലതായത് കാരണം വ്യാഴത്തെ കൊണ്ടുള്ള ചാരഫലം ഏറെക്കുറെ അതേപോലെ തന്നെ അനുഭവത്തിൽ വരും. എന്നാൽ ഇതേ പ്രായമുള്ള മറ്റൊരു മൂലം നക്ഷത്രക്കാരൻ്റെ ശുക്രൻ അനിഷ്ടഭാവത്തിൽ ബലഹീനനായാണ് നിൽക്കുന്നതെങ്കിൽ ദശാസമയം മോശമായിരിക്കുകയും വ്യാഴത്തിൻ്റെ ചാരഫലം നല്ലതായിരിക്കുകയും ചെയ്യുന്നതിനാൽ ശുക്രനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറയുമെന്നല്ലാതെ വ്യാഴത്തെ കൊണ്ട് കാര്യമായ ഗുണഫലങ്ങൾ കിട്ടുകയുമില്ല. ഇതേപോലെ മറ്റ് എല്ലാ ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള ഗുണദോഷ ഫലങ്ങളും ഈ ഫലത്തെ സ്വാധീനിക്കും. അതിനാലാണ് ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഒരേ പ്രായത്തിലുള്ളവർക്ക് വ്യത്യസ്ത അനുഭവം ഉണ്ടാകുന്നത്. പ്രായമനുസരിച്ചും ഇതിൽ വ്യത്യാസം വരാം. ചില മൂലം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശുക്രദശ കഴിഞ്ഞ് പാപഗ്രഹമായ ആദിത്യൻ്റെ ദശാസമയമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിത്യൻ പാപഗ്രഹമായതിനാൽ ജാതകത്തിൽ ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ശുഭഫലത്തോടൊപ്പം തന്നെ ചില്ലറ അശുഭഫലങ്ങളും നൽകും. ആദിത്യദശ അശുഭഫലപ്രദമാണെങ്കിൽ
വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള നല്ല ഫലങ്ങളും കാര്യമായി അനുഭവത്തിൽ വരികയില്ല. മറ്റു ചില മൂലം നക്ഷത്രക്കാർക്ക് ആദിത്യദശയും കഴിഞ്ഞ് ചന്ദ്രമഹാദശയായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നക്ഷത്രം ഒന്നു തന്നെയാണെങ്കിലും പ്രായഭേദമനുസരിച്ച് ഫലങ്ങളിലും വ്യത്യാസം വരാം. അതിനാലാണ് ഒരേ നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ശുഭാശുഭ നക്ഷത്രദശയ്ക്കും ഗ്രഹശാല ഫലങ്ങൾക്കും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നത്. കൃത്യമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ജാതകൻ്റെയും ജാതകം കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ചാരവശാലുള്ള കൃത്യമായ ശുഭാശുഭ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. 2026-27 വർഷത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങുവാൻ പോകുന്ന നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ ജനിച്ച ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദക്കാർ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദക്കാർ. ഇവർക്ക് ഇപ്പോൾ ചാരവശാൽ ശനി 3-ാം ഭാവത്തിൽ രാജയോഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നല്ല ഫലങ്ങൾ ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം 1/6/2026 മുതൽ ഇവർക്ക് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ ഇഷ്ടഭാവമായ 7-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. ചാരവശാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന 2 ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. ഈ 2 ഗ്രഹങ്ങളും മകരക്കൂറുകാർക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് 1/6/2026 മുതൽ ഒരു വർഷത്തേക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരാൻ പോകുന്നത്. ഇവരുടെ ധനവരവ് വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. സർക്കാർ ജോലിയോ മറ്റ് നല്ല ജോലികളോ കിട്ടുന്നതിനോ അഥവാ ഇപ്പോഴുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ സാധ്യതയുണ്ട്. വിവാഹിതരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങും. ഭാര്യ അഥവാ ഭർത്താവിന് മികച്ച ജോലി കിട്ടുന്നതിനും ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതിനും കൂടുതൽ സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. അവിവാഹിതരുടെ വിവാഹം ഈ സമയം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ ലാഭം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വ്യാപാര വ്യവസായങ്ങളിൽ പുത്തൻ ഉണർവുണ്ടാകുന്നതിനും അവ മെച്ചപ്പെട്ട രീതിയിൽ വിപുലീകരിക്കുന്നതിനും സാധിക്കും. കളത്ര പുത്രാദികളുമൊത്ത് ഉല്ലാസയാത്രകൾ നടത്തും. ഈ സമയം വിദേശത്ത് മികച്ച ജോലി കിട്ടുവാനും സാഹചര്യമുണ്ട്. സ്വന്തം ബന്ധുക്കാരെ കാണുന്നതിന് വേണ്ടി വിദേശത്തേക്കോ അഥവാ സ്വദേശത്ത് തന്നെ ദൂരസ്ഥലങ്ങളിലേക്കോ യാത്ര പോകാനുള്ള സാധ്യതയുണ്ട്. സ്വഗൃഹത്തിലോ അടുത്ത ബന്ധുഗൃഹങ്ങളിലോ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും യോഗമുണ്ട്. സന്താനങ്ങൾക്ക് പുതിയ നല്ല ജോലി കിട്ടുന്നത് വഴിയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നത് വഴിയോ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കൃഷികാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ കൂടി കൂടുതൽ ആദായം ലഭിക്കും. പശുപരിപാലനത്തിലും മറ്റ് നാൽക്കാലി പരിപാലനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ ലാഭം നേടുവാൻ സാധിക്കും. സമൂഹത്തിൽ മാന്യതയും ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. വിശിഷ്ട സ്ത്രീകളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഉണർവുണ്ടാവുകയും പരീക്ഷകളിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കുകയും ചെയ്യും. മറ്റ് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും മികച്ച വിജയസാധ്യതയുണ്ടാകും. രാഷ്ട്രീയ രംഗങ്ങളിൽ മത്സരങ്ങളിൽ ഏർപ്പെടുന്നവർക്കും വിജയസാധ്യതയുള്ള സമയമാണ്. ജനങ്ങളുമായുള്ള സൗഹൃദം വർദ്ധിക്കും. ലോട്ടറിയും മറ്റും അടിക്കുകയോ മറ്റ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. ശാരീരിക സുഖം വർദ്ധിക്കുകയും സ്ഥായിയായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം കിട്ടുകയും ചെയ്യും. സഹോദരി സഹോദരന്മാരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഗുരുക്കന്മാരുമായുള്ള സമാഗമത്തിനും അവരുടെ ആശീർവാദം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും ഏർപ്പെടുന്ന മിക്ക കാര്യങ്ങളിലും വിജയസാധ്യതയും ഉണ്ടായിരിക്കും. ഈ സമയത്ത് കൂടുതൽ ആത്മീയ പ്രഭാവം മുന്നിട്ട് നിൽക്കുകയും തീർത്ഥാടനവും
ദാനധർമാദികളും നടത്തുന്നതിനും സാധ്യതയുണ്ട്. സ്വന്തം ആരോഗ്യസ്ഥിതിയും അതേപോലെ തന്നെ കളത്രത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടതായിരിക്കും. കളത്രത്തിൻ്റെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതിനും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ സമയം പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുന്നതിനോ പരിപാലിക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. അവരിൽ നിന്നുള്ള മാനസിക സന്തോഷങ്ങൾക്കും സാഹചര്യമുണ്ട്. സമൂഹത്തിൽ നിന്നോ സർക്കാർ തലങ്ങളിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ഉള്ള പ്രശംസയ്ക്കും കീർത്തിക്കും സാഹചര്യമുണ്ട്. പൊതുവെ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് 1/6/2026 മുതൽ ഒരു വർഷത്തേക്ക് ദശാപഹാര സമയം കൂടി നല്ലതാണെങ്കിൽ സുവർണ കാലഘട്ടമായിരിക്കും. അതിനാൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് യഥാവിധം പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ള മകരക്കൂറുകാരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.